പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ജൂൺ മാസം 1-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെ ആരംഭ ദിവസത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ചു. കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ ഉണർത്തിയതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിന് സന്തോഷത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സന്തോഷത്തോടെ അല്പസമയം കർത്താവിന് നന്ദി പറഞ്ഞാട്ട് കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കഴിഞ്ഞ 5 മാസക്കാലം നമ്മളെ ക്ഷേമമായി പുലർത്തി, ശ്രേഷ്ഠമായി നടത്തി. നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കർത്താവ് കൂട്ടായിട്ടിരുന്നു. ഒന്നിനും കുറവ് വരുവാൻ അനുവദിക്കാതെ നമ്മളെ അത്ഭുതകരമായി നടത്തിയതോർത്ത് കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. യഹോവ നല്ലവനാകുന്നു. അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കർത്താവെ, ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ. ജാനുവരി മാസം അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. ഫെബ്രുവരി മാസം അത്ഭുതമായി നടത്തിയതിന് സ്തോത്രം. മാർച്ച് മാസം ശ്രേഷ്ഠമായി നടത്തിയതിന് സ്തോത്രം. കർത്താവെ, ഏപ്രിലും അങ്ങ് ഞങ്ങളെ അത്ഭുതമായി നടത്തിയല്ലോ, സ്തോത്രം. പോയ മെയ് മാസവും ഞങ്ങളെ ശ്രേഷ്ഠമായി അതിശയകരമായി അങ്ങ് നടത്തിയതിന് സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ മാസത്തിൻ്റെ ആരംഭ ദിവസത്തിൽ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങ് നല്ലവൻ, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്താവെ, അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ അങ്ങ് തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, ഈ പുതിയ മാസത്തിൻ്റെ ആരംഭ ദിവസത്തിൽ അങ്ങേ ആരാധിക്കുവാൻ, അങ്ങേ സ്തുതിക്കുവാൻ തന്ന ഈ പ്രിവിലേജിനായിട്ട് സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവ്, രോഗികളായിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. രോഗത്തിൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറട്ടെ. പ്രത്യേകിച്ച് കാൽമുട്ടുകൾക്കുള്ള വേദന യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശാരീരികമായ ബലഹീനതകൾ, ബ്ലഡിനകത്ത് കൗണ്ട് കുറഞ്ഞ് ശാരീരികമായ ക്ഷീണം അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ അനീമിക്കായിട്ടുള്ള അവസ്ഥകളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. വിളർച്ചകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വിളർച്ചകളും അനീമിക്കായിട്ട് വിളർച്ചകൾ ഉണ്ടായിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. അതുപോലെ ലങ്സിനകത്തുള്ള ബുദ്ധിമുട്ടുകൾ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ന്യൂമോണിയ മാതിരിയുള്ള ബുദ്ധിമുട്ടുകളൊക്കെയും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആ ലങ്സ് ക്ലിയർ ആകട്ടെ, ആ ലങ്സ് ക്ലിയർ ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് ക്ലിയർ ആകട്ടെ. അതുപോലെ കർത്താവേ, ഈ പ്രഭാതത്തിൽ മറ്റു പല പ്രയാസങ്ങളാൽ കഴിയുന്നവരുണ്ടല്ലോ. ജോലിയിലെ ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ. സാമ്പത്തികമായ ആവശ്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി കാണുവാൻ കർത്താവെ അങ്ങ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവർക്ക് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും കൃപയും കൊടുക്കണം. അതുപോലെ കർത്താവെ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങളുടെ വിവാഹം തക്ക സമയത്ത് നടക്കുവാൻ കർത്താവ് ഇടവരുത്തുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. അങ്ങ് ഇടപെടുന്നതിനായിട്ട് സ്തോത്രം. എല്ലാ പ്രവർത്തനങ്ങളും കർത്താവ് അനുഗ്രഹിക്കണം. പ്രത്യേകിച്ച് ഇന്നു മുതൽ ആരംഭിക്കുന്ന ഈ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയെ അനുഗ്രഹിക്കണം. ഈ 3 ദിവസവും വലിയ ആത്മപകർച്ച തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പുതിയ മാസത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ദിവസങ്ങളാണല്ലോ. ഈ ദിവസങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഒരുങ്ങി ഈ മാസം അനുഗ്രഹത്തിൻ്റെ മാസമായി തീരുവാൻ കർത്താവ് സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ മീറ്റിംഗ്, താങ്ക്സ് ഗിവിംഗ് മീറ്റിംഗ് അനുഗ്രഹമായി തീരട്ടെ. ദൈവപ്രവൃത്തി കാണുവാൻ കർത്താവ് സഹായിക്കണം. വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യുന്നതിന് സ്തോത്രം. അത്ഭുതങ്ങളുടെ ദിവസങ്ങളാക്കി തീർക്കുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രത്യേകിച്ച് കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്നും നാളെയും മറ്റന്നാളും നമ്മൾ ഉപവാസ പ്രാർത്ഥനയാണ്. നിങ്ങൾ വരിക, പങ്കെടുക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ഫസ്റ്റ് ഡേ ഓഫ് ദ മന്താണ്. ഇന്ന് ഒരുങ്ങുക. ഈ പകൽ ദൈവത്തിന് സ്തോത്രം പറയുക, പ്രാർത്ഥിക്കുക. ഉപവാസത്തോടു കൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുക. കൂടാതെ വൈകിട്ട് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുക, പങ്കെടുക്കുക. അത് പുതിയൊരു മാസത്തിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നമ്മൾ ഈ 3 ദിവസം ചെയ്യുന്നത്.
അവൻ കർത്താവിൻ്റെ കൂടെ മാറിയിരുന്ന് കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് ആ സാന്നിധ്യത്തിനകത്തിരുന്ന് ദൈവശബ്ദം കേട്ട് ദൈവവചനത്തിൽ ആമേൻ ബലപ്പെട്ട പുതിയൊരു മാസത്തിലേക്ക് കയറുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും. അതുകൊണ്ട് നിശ്ചയമായി ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ 3 ദിവസം ഉപവാസത്തോടും പ്രാർത്ഥനയോടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുക. മാത്രമല്ല വൈകിട്ട് നിശ്ചയമായിട്ട് കടന്നു വരിക, ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുവാൻ ഇടവരട്ടെ. ഇന്നത്തെ പകൽക്കാലം സ്തോത്രത്തിൻ്റെ പകൽക്കാലമായി തീരണം. കാരണം 1 തെസ്സലോനിക്ക ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം പറഞ്ഞു എല്ലാത്തിനും സ്തോത്രം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്തായിരിക്കണം? സ്തോത്രത്തിൻ്റെ പകലായിരിക്കണം. അവൻ പോയ 5 മാസക്കാലം കർത്താവ് നടത്തിയതിനെ ഓർത്ത് നമ്മൾ സ്തോത്രം പറയുന്ന ഒരനുഗ്രഹിക്കപ്പെട്ട പകലായി ഇന്നത്തെ പകൽ മാറട്ടെ. ഒരു കാരണവശാലും നമ്മൾ ഇത് ചെയ്യരുത്. നമ്മൾ പിറുപിറുത്തോണ്ടിരിക്കേണ്ട മാസമല്ല. പുതിയ മാസം ആരംഭിക്കുമ്പോൾ എങ്ങനെ വേണം? ആമേൻ, സന്തോഷത്തോടെ സ്തോത്രം പറയുക. കർത്താവേ, അങ്ങ് എനിക്ക് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. നമ്മുടെയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ചതിനെ നോക്കത്തില്ല, നമുക്ക് ലഭിക്കാത്തതിനെയാണ് നോക്കുന്നത്. പക്ഷേ നമുക്ക് കർത്താവ് തന്നത് നോർത്ത് നോക്കി. ഇന്ന് ഈ 6-ാം മാസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ കർത്താവിൻ്റെ കൃപയല്ലേ നമ്മൾ ഈ 6-ാം മാസം ദൈവത്തെ സ്തുതിക്കുന്നത്. ഈ ജാനുവരി ഉണ്ടായിരുന്ന എത്രയോ പേർ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞു പോയി. എന്തെല്ലാം പ്രതിസന്ധികൾ ഈ ലോകത്തിൽ വന്നു. എല്ലാ പ്രശ്നത്തിൻ്റെ നടുവിൽ കർത്താവ് നമ്മളെ നിലനിർത്തിയതിനായിട്ട് നമുക്കിന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എപ്പോഴും ഓർത്തോണം, നന്ദി പറയുമ്പോൾ വാതിലുകൾ ഓപ്പണാകുക. 103-ാം സങ്കീർത്തനം 2-ാം വാക്യം പറഞ്ഞു, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്, അവൻ മനമേ യഹോവയെ വാഴ്ത്തുക. അപ്പോൾ കർത്താവ് ചെയ്തത് ഓർത്ത് കർത്താവ് തന്ന നന്മകളെ ഓർത്ത് കർത്താവിന് എന്ത് ചെയ്യണം? ആമേൻ, കർത്താവിന് നന്ദി പറയണം. ഒന്നോർത്ത് നോക്കി, ഈ പോയ മാസം കർത്താവ് നമ്മളെ അത്ഭുതകരമായി സൂക്ഷിച്ചില്ലേ? ഹല്ലേലൂയ. ആമേൻ. ആവശ്യമായതെല്ലാം തന്നനുഗ്രഹിച്ചില്ലേ? സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തന്നില്ലേ? സ്തോത്രം. ആമേൻ. തകർന്നു പോകുമെന്ന് വിചാരിച്ചിടത്തൊക്കെയും കർത്താവ് നമ്മളെ ബലപ്പെടുത്തിയില്ലേ? അതിനായിട്ടൊക്കെ കർത്താവിനെ അങ്ങോട്ട് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. ആമേൻ. 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് സൗഖ്യമായി. ഒരാൾ മാത്രം മടങ്ങി വന്നപ്പോൾ കർത്താവ് വെച്ചു, മറ്റുള്ളവരൊക്കെ എവിടെ പോയി? സൗഖ്യമായവർ മടങ്ങി വന്നില്ല. നമ്മളും മടങ്ങി വന്നവനെ പോലായിരിക്കണം. ദൈവസന്നിധിയിൽ ഇന്ന് താന്നിരുന്നിട്ട് പറഞ്ഞു, കർത്താവേ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. അപ്പാ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം. വൈകിട്ട് നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോഴും നമുക്ക് സ്തോത്രം പറയാനാണ് ഇന്ന് കൂടി വരുന്നത്. കർത്താവ് ഞങ്ങളെ കഴിഞ്ഞ 5 മാസക്കാലം പരിപാലിച്ചതിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ 100-ാം സങ്കീർത്തനത്തിൽ പറയുന്നില്ലേ? ആമേൻ, അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും ആമേൻ കയറുക, സ്തോത്രത്തോടെ കയറുക. അപ്പോൾ നമ്മൾ അങ്ങനെ സ്തോത്രം പറഞ്ഞ് ഈ മാസം കയറുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരും. ആമേൻ. അത് നമ്മുടെ മുമ്പിൽ പുതിയ വാതിലുകളെ ഓപ്പണാക്കുവാൻ കാരണമായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നുകൂടെ കർത്താവ് തന്ന സംരക്ഷണത്തിനായിട്ട് ആ കരങ്ങളെ ഉയർത്തിയൊന്ന് സ്തോത്രം പറഞ്ഞ്, കർത്താവേ, കഴിഞ്ഞ 5 മാസക്കാലം ഞങ്ങളെ അത്ഭുതമായി സൂക്ഷിച്ചതിന് സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമായതൊക്കെ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് സ്തോത്രം. കർത്താവേ, ചില പ്രാർത്ഥനകളുടെ മറുപടി വന്നില്ല, അതിനായിട്ടും സ്തോത്രം. ചില പ്രാർത്ഥനകളുടെ മറുപടി വന്നു, ചിലത് വന്നില്ല, വന്നതിനായിട്ടും സ്തോത്രം, വരാഞ്ഞതിനായിട്ടും സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ മാസക്കാലങ്ങളിൽ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച എല്ലാത്തിനായിട്ടും സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ പുതിയ മാസത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പുതിയ മാസത്തെയും ബ്ലസ് ചെയ്യുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ഇത് അത്ഭുതത്തിൻ്റെ മാസമായിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഇത് വലിയ വിടുതലിൻ്റെ മാസമായിരിക്കും എന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ഡിക്ലെയർ ചെയ്യുക. കർത്താവ്, ഈ മാസം പുതിയ വാതിലുകൾ ഓപ്പൺ ആകട്ടെ, പുതിയ നന്മകൾ വെളിപ്പെടട്ടെ. ആമേൻ. പുത്തൻ ശക്തി പ്രാപിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്ത് ചെയ്യണം പ്രിയപ്പെട്ടവരെ? കൂടുതൽ സമയം സ്തോത്രം പറഞ്ഞു ഉള്ള പ്രാർത്ഥനാ റിക്വസ്റ്റുകളെല്ലാം എടുത്തു വെക്കാതെ, കർത്താവേ, കഴിഞ്ഞ 5 മാസം നടത്തിയതിന് സ്തോത്രം. കർത്താവേ, പരിപാലിച്ചതിന് സ്തോത്രം. കർത്താവേ, സൂക്ഷിച്ചതിന് സ്തോത്രം. കർത്താവേ, ആവശ്യങ്ങളെ കൂട്ടായിട്ടിരുന്നതിന് സ്തോത്രം എന്ന് പറഞ്ഞ് കർത്താവിനെ മഹത്വപ്പെടുത്തിയിരിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ പുതിയ മാസത്തെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ പുതിയ മാസം അത്ഭുതത്തിൻ്റെ മാസമായി, ദൈവപ്രവൃത്തിയുടെ മാസമായി, അസാധാരണ കൃപയുടെ മാസമായി തീരട്ടെ. കർത്താവേ, വൈകിട്ടത്തെ മീറ്റിംഗ് അനുഗ്രഹമാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം നിങ്ങളുടെ വായിൽ നിന്ന് ദൈവത്തിന് സ്തുതികൾ തന്നെ ഉയരട്ടെ കേട്ടോ. ഗോഡ് ബ്ലസ് യു. ആമേൻ. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. അവൻ നമ്മുടെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. നമ്മുടെ ഭാനുഭാഗത്ത് നിറഞ്ഞു കവിയും. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മളെ പിന്തുടരും. ഗോഡ് ബ്ലസ് യു. We are blessed. We are really blessed. We are permanently blessed and highly favored.